Hi, hello, my dear students. We are starting the part 4 class of our chapter 7, The Glimpses of Free India. പ്രിയപ്പെട്ട കുട്ടികളെ, ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ ചാപ്റ്ററിൻ്റെ ഫോർത്ത് ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. ഇതിൻ്റെ പാർട്ട് 3 ക്ലാസ്സിൽ നമ്മൾ ഹൗ ഇന്ത്യ അഡ്രസ് ദ പ്രോബ്ലംസ് ഇൻ ഇക്കണോമിക് സെക്ടർ, ദ ഇക്കണോമിക് പ്രോബ്ലംസ്, ഹൗ വി സോൾവ് ദ ഇക്കണോമിക് പ്രോബ്ലം, അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഫ്രീ ഇന്ത്യ, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ അതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെ, സാമ്പത്തികമായിട്ടുള്ള ബാക്ക്വേർഡ്നെസ്സിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്തു, എങ്ങനെ സോൾവ് ചെയ്തു. അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? 5 ഇയർ പ്ലാൻസ്, ഗ്രീൻ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ, ബ്ലൂ റെവല്യൂഷൻ, ഓക്കെ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ദെൻ എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ്. എഡ്യൂക്കേഷനകത്ത് നമ്മൾ എന്ത് പഠിച്ചു? പ്രധാനപ്പെട്ട കമ്മീഷൻസ്, എഡ്യൂക്കേഷൻ കമ്മീഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, ദെൻ കോത്താരി കമ്മീഷൻ. അപ്പോൾ ഈ ഓരോ കമ്മീഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കോത്താരി കമ്മീഷനാണെന്ന് ടീച്ചർ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടെന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ: ദർ ഈസ് നോ ലിമിറ്റ് ടു ദ അഡ്വാൻസ് ഓഫ് സയൻസ് ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ദ ചാൻസ് ടു അഡ്വാൻസ്. This is the words of Jawaharlal Nehru, our first Prime Minister. So Jawaharlal Nehru is the architect of modern India. ജവഹർലാൽ നെഹ്റു ആണ് മോഡേൺ ഇന്ത്യയുടെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ നിർമ്മാതാവ്, അതിനെ ഫ്രെയിം ചെയ്തത്. മോഡേൺ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും ഫുഡ് പ്രൊഡക്ഷൻ ആണെങ്കിലും നമ്മുടെ ഫോറിൻ പോളിസി ആണെങ്കിലും എല്ലാത്തിൻ്റെയും ആർക്കിടെക്റ്റ് എന്ന് പറയാവുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സയൻസിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വിഷൻ എന്താണ്? ദർ ഈസ് നോ ലിമിറ്റ് ടു ദ അഡ്വാൻസ് ഓഫ് സയൻസ് ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ദ ചാൻസ് ടു അഡ്വാൻസ്. സയൻസിനെ വളരാനുള്ള ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ചയ്ക്ക് യാതൊരു ലിമിറ്റും കാണുകയില്ല. അത് ലിമിറ്റ്ലെസ് ആയിട്ട്, ലിമിറ്റില്ലാതെ സയൻസ് അഡ്വാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് ജവഹർലാൽ നെഹ്റു. അതായത് നമ്മൾ ഇതിനൊരു ചാൻസ് ഇട്ട് കൊടുത്താൽ മതി. സയൻസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തനിയേ ഡെവലപ്പ് ചെയ്തോളും. അതിനൊരു ലിമിറ്റും ഇല്ല. സയൻസിൻ്റെ വളർച്ചയെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും ഒരു ലിമിറ്റ് സംഘടിപ്പിക്കാൻ പറ്റുകയില്ല. നമ്മൾ ഇന്ന് കാണുന്ന സയൻറ്റിഫിക് ഡെവലപ്മെൻ്റ് എല്ലാം നാളെ അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് വീക്ക് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും സാധിക്കുകയില്ല. അത്രമാത്രം ഫാസ്റ്റായിട്ട് സയൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ദിസ് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഈ ഒരു കമൻറ്റ് തന്നിട്ട് ഇതാരുടെ ഒപ്പീനിയൻ ആണെന്ന് ചോദിച്ചാൽ, ഇതാരുടെ കമൻ്റ് ആണെന്ന് ചോദിച്ചാൽ നമുക്കറിയാതിരിക്കണം, ഈ സയൻസിനെ പറ്റിയുള്ള ഈ ഒരു വലിയ കമൻറ്റ് കൊടുത്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ റോൾ ഓഫ് ജവഹർലാൽ നെഹ്റു ഇൻ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ നെഹ്റു വഹിച്ച പങ്ക് എന്തായിരുന്നു? വാട്ട് ഈസ് ദ റോൾ ഓഫ് ജവഹർലാൽ നെഹ്റു? പ്രിപ്പയർ എ നോട്ട് ഓൺ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. Nehru recognized that scientific development is an indispensable component in shaping India's future. ഇന്ത്യയുടെ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യണമെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് സയൻസ് ആണെന്ന് നെഹ്റുവിന് മനസ്സിലായി. കാരണം സയൻറ്റിഫിക് വിഷൻ നന്നായിട്ട് പുലർത്തിയിരുന്ന, സയൻറ്റിഫിക് വിഷൻ ഉണ്ടായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക്, നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററിനെ വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. എന്താണ്? ഹി റെക്കഗ്നൈസ്ഡ് ദാറ്റ് സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് ഈസ് ആൻ ഇൻഡിസ്പെൻസിബിൾ കമ്പോണൻ്റ് ഓഫ് ഷേപ്പിംഗ് ദ ഇന്ത്യാസ് ഫ്യൂച്ചർ. ഇൻഡിസ്പെൻസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിച്ചുകൂടാൻ മേലാത്ത, അത് മാറ്റിവെക്കാൻ പറ്റാത്ത, അതിനെ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒന്നാണ് സയൻസ്. സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഇല്ലാതെ ഇന്ത്യക്ക് ഒരു ഫ്യൂച്ചർ ഇല്ലെന്ന് നമ്മുടെ നെഹ്റു തിരിച്ചറിഞ്ഞു. ഹി എൻകറേജ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇന്ത്യ. അദ്ദേഹമാണ്
സയൻസും ടെക്നോളജിയും ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള എല്ലാ എൻകറേജ്മെൻറ്റും കൊടുത്തത്. ഹീ എൻകറേജ്ഡ് the development of science and technology in India. Along with this, he considered it as his mission to create a society based on scientific temperament. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ട്രഡീഷണലി വളരെ ലോങ് ട്രഡീഷനുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പല മതങ്ങളും പല സംസ്കാരങ്ങളുമുള്ള പല കൾച്ചറുള്ള ഇന്ത്യയിലെ ഒരു ലോങ് ട്രഡീഷൻ നമുക്കുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സൂപ്പർസ്റ്റിഷ്യൻസും ഒക്കെ ഉള്ള ആളുകളാണ് നമ്മുടെ ഇന്ത്യക്കാരെ, അല്ലേ? നമുക്ക് കുറച്ച് അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉള്ളവരായിരുന്നു. ഒരു സയൻറ്റിഫിക് ഒരു പാത്ത് നമുക്ക് അത്ര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നെഹ്റു തൻ്റെ കടമയായിട്ടാണ് കരുതിയത് എന്ത്, ഇന്ത്യയെ ഒരു സയൻറ്റിഫിക് വിഷനുള്ള ഒരു സൊസൈറ്റിയായിട്ട് മാറ്റുന്നത് തൻ്റെ കടമയാണെന്ന് തന്നെ അദ്ദേഹം വിചാരിച്ചു. കണ്ടോ, അദ്ദേഹം അത് തൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് അദ്ദേഹം അതിനെ തിരഞ്ഞെടുത്തു. കാരണം എന്താ, അന്ന് ഇന്ത്യക്കാരും തന്നെ അത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യ പോയി പഠിച്ച് ഒരു സയൻറ്റിഫിക് വിഷനിലേക്ക് വരാൻ ഉള്ള സാധ്യതകളില്ലാത്തവരായിരുന്നു അന്നത്തെ ഇന്ത്യക്കാരെ. അതുകൊണ്ട് ഔട്ട്സൈഡ് പോയി ഫോറിൻ എഡ്യൂക്കേഷനൊക്കെ ലഭിച്ച തൻ്റെ കടമയാണ് ഇന്ത്യയെ ഒരു സയൻറ്റിഫിക് സൊസൈറ്റിയാക്കി മാറ്റുക എന്നുള്ളതെന്ന് നെഹ്റു വിചാരിച്ചിരുന്നു. ഹീ കൺസിഡേർഡ് ഇറ്റ് ആസ് ഹിസ് മിഷൻ to create a society based on scientific temperament. That was the vision of Nehru. He considered it as his mission. He availed the service of scientific advisors like Homi J. Bhabha and Meghnad Saha. Meghnad Saha, Homi J. Bhabha പോലെയുള്ള സയൻറ്റിസ്റ്റുകളെ അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നെഹ്റു തൻ്റെ അഡ്വൈസേഴ്സായിട്ട് സയൻറ്റിഫിക് രംഗത്തെ ആ ഒരു സെക്ടറിലെ അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി, നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രിമാർക്കെല്ലാം തന്നെ ഓരോ സെക്ടറിലും, ഇപ്പോൾ ഫിനാൻഷ്യൽ സെക്ടർ, സയൻറ്റിഫിക് സെക്ടർ, ഇങ്ങനെ ഓരോ സെക്ടറിലും അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടർ എക്സ്പേർട്ടുകളെ അവരെന്ത് ചെയ്യും, അഡ്വൈസേഴ്സായിട്ട് വെക്കും. എങ്കിൽ മാത്രമേ നല്ല ഗുഡ് പോളിസീസ് പ്രോജക്റ്റൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ജവഹർലാൽ നെഹ്റു തൻ്റെ സയൻറ്റിഫിക് അഡ്വൈസേഴ്സായിട്ട് വെച്ചത് അന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സയൻറ്റിസ്റ്റുകളെയായിരുന്നു. അതാരൊക്കെയായിരുന്നു? ഹോമി ജെ ഭാഭയും മേഘനാഥ് സഹായും. ഇങ്ങനെ രണ്ട് അഡ്വൈസേഴ്സിനെയും അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു സയൻറ്റിഫിക് ഡെവലപ്മെൻ്റ് ഉള്ള, സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പായ ഒരു രാജ്യമാക്കി മാറ്റാനുള്ള എല്ലാ ബേസിക് സ്റ്റെപ്പുകളും നെഹ്റു എടുത്തു. അത് തൻ്റെ മിഷനായിട്ട് അദ്ദേഹം കരുതി, തൻ്റെ ദൗത്യമായിട്ട് അദ്ദേഹം കരുതി. ഹീ കൺസിഡേർഡ് ഇറ്റ് ആസ് ഹിസ് ഡ്യൂട്ടി to create a society based on scientific temperament. So he availed the service of two scientists, Homi J. Bhabha and Meghnad Saha. Okay, അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കാണാം. ഹോമി ജഹാംഗീർ ഭാഭ എന്നാണ് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് നെയിം. അദ്ദേഹത്തെയാണ് നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നത്. സെക്കൻഡ് വൺ മേഘനാഥ് സഹ, നെഹ്റുവിൻ്റെ അന്നത്തെ ഒരു അഡ്വൈസറായ സയൻറ്റിസ്റ്റ് ആയിരുന്നു മേഘനാഥ് സഹ. ഓക്കെ, ഹോമി ജെ ഭാഭയും മേഘനാഥ് സഹായും. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ദാറ്റ് വെർ കേപ്പബിൾ ഓഫ് നോളജ് റെവല്യൂഷൻ. നമ്മുടെ ഇന്ത്യയിലെ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റിനെ ചുക്കാൻ പിടിച്ച, അതിന് നേതൃത്വം കൊടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയായിരുന്നു? ഇതിൽ ഓൾമോസ്റ്റ് ഓൾ അത് സ്റ്റാർട്ട് ചെയ്തത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ അന്ന് തന്നെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സയൻറ്റിഫിക്കായിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർച്ച് സെൻറ്റേഴ്സ്, ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ആ കാര്യത്തിലൊക്കെ അഭിമാനിക്കണം കേട്ടോ. അന്ന് തന്നെ നമുക്ക് ഇത്രയും സ്ഥാപനങ്ങളുണ്ടായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് നോക്കിക്കേ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIT. ഓക്കെ, തുടക്കത്തിൽ 4 IITകളാണ് നമ്മൾ തുടങ്ങിയത്. ഇന്ന് നമുക്കറിയാം അതിൻ്റെ ധാരാളം അതിൻ്റെ ക്യാമ്പസുകളെ ഇന്ത്യയിലെമ്പാടും ഉണ്ട്, അല്ലേ? IIT പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ IITകളിലെ ഏറ്റവും നല്ല ടെക്നോളജിക്കൽ എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. ഏറ്റവും നല്ല എൻജിനീയേഴ്സ് പുറത്തു വരുന്നത് IITകളിൽ നിന്നാണ്.
ഏറ്റവും ടോപ്പ് ലെവലിൽ പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ IIT-കളിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അവിടുന്ന് പുറത്തു വരുന്ന ആളുകളെന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ടെക്നോളജിസ്റ്റുകളാണ്, അവരെ എൻജിനീയേഴ്സാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ഥാപിച്ച ഏറ്റവും ടോപ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIT. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. കണ്ടോ, ഇന്നും നമ്മുടെ വൈറോളജി ആ ഒരു സെക്ടറിൽ ഏറ്റവും വലിയ സ്ഥാപനമാണ് NIV, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. ദെൻ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, ഹോമി ജെ ഭാഭയെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആറ്റമിക് റിസോർസിൻ്റെ ആ ഒരു സെക്ടറിലെ ഏറ്റവും ടോപ്പ് സ്ഥാപനമാണ് ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ. ദെൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ്. നമുക്കറിയാം, നമ്മളെല്ലാവരും കൊതിക്കുന്ന ഒരു കാര്യമാണ് എയിംസിൽ ഒരു അഡ്മിഷൻ, അല്ലേ? MBBS-നും അതുപോലെ തന്നെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും എയിംസിലുണ്ട്. എയിംസിലൊക്കെ പഠിക്കുന്നത് ഏറ്റവും ടോപ്പായിട്ടുള്ള പഠനമാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ധാരാളം സംസ്ഥാനങ്ങളിൽ എയിംസിൻ്റെ മെഡിക്കൽ കോളേജുകളുണ്ട്. കേരളത്തിൽ ഇതുവരെയും ആയിട്ടില്ല. കേരളത്തിലേക്ക് നമ്മൾ ഒരെണ്ണം ആഗ്രഹിക്കുന്നുണ്ട്, ഉടനെ നമുക്ക് ലഭിക്കുമായിരിക്കും. അപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അത് അന്നേ തുടങ്ങി നമ്മൾ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, DRDO, നമ്മുടെ ആയുധങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രംഗത്തൊക്കെ ഏറ്റവും വലിയ റിസർച്ച് സ്ഥാപനമാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, DRDO. ഓക്കെ, DRDOയുടെയൊക്കെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു നമ്മുടെ APJ അബ്ദുൽ കലാം, മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം. അദ്ദേഹവും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് DRDO സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഫൻസ് രംഗത്തായിരുന്നു അവരുടെ റിസർച്ച്. നമ്മുടെ മിസൈലുകളും ആയുധങ്ങളും പടക്കോപ്പുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസർച്ച് നടക്കുന്ന സ്ഥാപനമാണ് DRDO. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, IIM, ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് IIM മാനേജ്മെൻറ്റ് രംഗത്ത്. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത്രയും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിങ്ങളിത് ഓർത്തു വെച്ചോണം. ഓക്കെ, ദെൻ സ്പേസ് റിസർച്ച്, ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന നെക്സ്റ്റ് ഒരു ഭാഗമാണ് സ്പേസ് റിസർച്ച്. ഈ കാര്യത്തിൽ നമുക്കൊരു 4th പൊസിഷൻ വേൾഡിലാകമാനം നമ്മുടെ സ്പേസ് റിസർച്ച് രംഗത്ത്, സ്പേസ് ഡെവലപ്മെൻറ്റ് രംഗത്ത് നമുക്ക് 4th പൊസിഷനാണുള്ളത്. അത്രമാത്രം ഡെവലപ്ഡായി ഇന്ത്യയുടെ സ്പേസ് റിസർച്ച്. അപ്പം നമുക്കതൊന്ന് പഠിക്കാം. ഹോമി ജെ ഭാഭ ആൻഡ് വിക്രം സാരാഭായ് ആർ പ്രോമിനൻറ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് who have rendered commendable service in the field of space research. ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് രംഗത്ത് ഏറ്റവും കമാൻഡബിൾ ആയിട്ടുള്ള, ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു നേതൃത്വം കൊടുത്ത 2 പ്രോമിനൻ്റ് ആയിട്ടുള്ള നമ്മുടെ സയൻറ്റിസ്റ്റുകളാണ് ഹോമി ജെ ഭാഭ ആൻഡ് വിക്രം സാരാഭായ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO was established in 1969 with its headquarter in Bangalore. അപ്പോൾ നമ്മുടെ സ്പേസ് റിസർച്ചിനെ ഏറ്റവും വലിയ പ്രോത്സാഹനം കൊടുത്ത, അതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയാവുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയതാണ്. എന്താണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്? ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1969. എത്ര ഇയേഴ്സായി? 56 ഇയേഴ്സായി. വിത്ത് ഇറ്റ് ഹെഡ്ക്വാർട്ടർ, ISROയുടെ ഹെഡ്ക്വാർട്ടർ ബംഗളൂരുവിലാണ്, ബംഗളൂരു. It was established in 1969. Other important institutions controlled by the Indian Department of Space include the Satish Dhawan Space Center in Sriharikota, the National Remote Sensing Center NRSC in Hyderabad, and the Vikram Sarabhai Space Center VSSC in Thiruvananthapuram, Tumba. അപ്പോൾ സ്പേസ് റിസർച്ച് രംഗത്ത്, അല്ലെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡിപ്പാർട്ട്മെൻറ്റ്, 2 ഇന്ത്യൻ ഈ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന സ്ഥാപനങ്ങളൂടെ നമ്മൾ പഠിക്കണം. അതിലൊന്നാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. അതെവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലാണ്.
അത് ആന്ധ്രാപ്രദേശിലാണ്, ആന്ധ്രയുടെ അടുത്ത് വരും. ദെൻ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ഹൈദരാബാദിൽ. ദെൻ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSC നമ്മുടെ തുമ്പയിൽ, തിരുവനന്തപുരത്ത്. ഈ 3 സ്ഥാപനങ്ങളുടെ പേര് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക, നിങ്ങളുടെ ആൻസറിൽ അത് ഉൾപ്പെടുത്തുക. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ റോക്കറ്റൊക്കെ ലോഞ്ച് ചെയ്യുന്നതും നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളൊക്കെ ലോഞ്ച് ചെയ്തതും എല്ലാം ഈ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്, സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. പണ്ട് നമ്മുടെ തുടക്കത്തിൽ തിരുവനന്തപുരത്തുള്ള VSC നമ്മളിങ്ങനെ ഇതുപോലുള്ള ലോഞ്ചിങ് ഒക്കെ നടത്തിയിരുന്നതാണ്. ഇന്ന് അവിടെ ഈ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥാപനം മാത്രമാണ് തുമ്പയിൽ നടക്കുക. VSC നമുക്ക് സന്ദർശിക്കാവുന്നതാണ്, നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഓക്കെ, VSC പണ്ട് അവിടെയായിരുന്നു കൂടുതലും ഇതുപോലുള്ള റോക്കറ്റുകളൊക്കെ ലോഞ്ച് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മളതെല്ലാം സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, സ്പേസ് റിസർച്ച് നമുക്ക് നന്നായിട്ട് നടന്നു. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടേ, കണ്ടേ. ഓക്കെ, വിക്രം സാരാഭായിയെ നിങ്ങൾ കണ്ടല്ലോ, ഇദ്ദേഹമാണ് തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെയൊക്കെ തുടക്കക്കാരൻ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ നെയിം നമ്മൾ ആ സ്ഥാപനത്തിന് കൊടുത്തിരിക്കുന്നത്. തുമ്പയിലെ നമ്മുടെ VSC ഒന്ന് കണ്ടു, ഇതാണ് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഇക്വേറ്ററിനോട് വളരെ അടുത്ത് വരുന്നത് കൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുന്നത് വളരെ വളരെ നന്നായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി. അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ആ പർട്ടിക്കുലർ സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ നമ്മളൊരു റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ആരംഭിച്ചത്. ഓക്കെ, ഇതാണ് നമ്മുടെ തുമ്പ VSC. Proud achievements in space exploration mission that have placed India at the forefront globally. നമുക്ക് ലോകത്താകമാനം ഇന്ത്യയെ സ്പേസ് റിസർച്ചിൻ്റെ കാര്യത്തിൽ ടോപ്പ് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചില റോക്കറ്റുകളും അതിൻ്റെ ലോഞ്ചിങ്ങും അത് നടന്ന വർഷവും അതിൻ്റെ പേരും നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളും ഒക്കെ നമുക്കൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നമുക്കൊന്ന് പഠിക്കാം. ദ ലോഞ്ചിങ് ഓഫ് ആര്യഭട്ട, ഇന്ത്യാസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, April 19, 1975. നോക്കിക്കേ, നമ്മുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് ആര്യഭട്ട. അത് നമ്മൾ നടത്തിയത് 75-ലാണ്. ദ ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻ സച്ച് ആസ് ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2 ആൻഡ് ചന്ദ്രയാൻ 3. നമ്മൾ ലൂണാർ എക്സ്പ്ലോറേഷനെ, അതായത് ചന്ദ്രനെ എക്സ്പ്ലോർ ചെയ്യാൻ, ചന്ദ്രൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ, അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്കൊരു മിഷനുണ്ട്. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3. 3 മിഷൻസാണ് നമ്മൾ ഇതുവരെ നടത്തിയത്. ചന്ദ്രനിൽ ഹ്യൂമൻ ബീങ്സിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും നമ്മുടെ ടോപ്പ് ഗോള്. ഓക്കെ, ഇനിയും നമുക്ക് മംഗളയാൻ മിഷൻ 2030, അത് നമ്മുടെ അടുത്ത ഒരു ഇതാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചൊവ്വ ഗ്രഹത്തിലേക്ക് നമുക്കൊരു മിഷനുണ്ട്. അവിടേക്ക് ആളുകളെ എത്തിക്കുക, അതിനെ എക്സ്പ്ലോർ ചെയ്യുക, ചൊവ്വയെ. അതാണ് മംഗളയാൻ. ദെൻ ദ ആദിത്യ L1 ലോഞ്ച് മിഷൻ എയിംഡ് അറ്റ് സോളാർ റിസർച്ച്. നമ്മൾ സോളാർ റിസർച്ചും വെക്കുന്നുണ്ട്, സണ്ണിനെ എക്സ്പ്ലോർ ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് പേരാണ് കൊടുത്തിരിക്കുന്നത്? സണ്ണിൻ്റെ മറ്റൊരു പേരാണ് ആദിത്യൻ. അതുകൊണ്ടാണ് നമ്മൾ ആദിത്യ L1 ലോഞ്ച് മിഷൻ എന്നാണ് അതിന് പേരിട്ടേക്കുന്നത്. അത് നമ്മുടെ സോളാർ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മിഷനാണ് ആദിത്യ. അടുത്തത് മംഗളയാൻ, ദെൻ ചന്ദ്രയാൻ. പേരൊക്കെ കൊടുത്തിരിക്കുന്ന വളരെ ആപ്റ്റാ അല്ലേ? അതിനോട് ഏറ്റവും യോജിക്കുന്ന പേരുകളാണ്. ചന്ദ്രനാകുമ്പോൾ നമ്മൾ ചന്ദ്രയാൻ എന്ന് കൊടുത്തു, ചൊവ്വയ്ക്ക് നമ്മൾ മംഗളയാൻ എന്ന് കൊടുത്തു, ആദിത്യന് നമ്മൾ ആദിത്യ എന്ന് തന്നെ പേര് കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ മിസൈൽ മാൻ. DRDOയുടെ തുടക്കത്തിൽ ഇദ്ദേഹമായിരുന്നു ചെയർമാൻ. നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന സയൻറ്റിസ്റ്റാണ്, സ്പേസ് റിസർച്ച് സയൻറ്റിസ്റ്റാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അഗ്നി, പൃഥ്വി പോലെയുള്ള ധാരാളം മിസൈൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന
പേരാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, APJ അബ്ദുൽ കലാം. ഇന്ത്യസ് ഫോറിൻ പോളിസി, അലൈൻ പോളിസി, പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് പോളിസി. നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മുടെ ചലഞ്ചസിൽ ഏറ്റവും ലാസ്റ്റ് വണ്ണാണ് ടു ഫോർമുലേറ്റ് എ ഫോറിൻ പോളിസി. ഇന്ത്യക്ക് ഒരു ഫോറിൻ പോളിസി ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നത് ഒരു വലിയ ടാസ്ക് ആയിരുന്നു. കാരണം നമുക്ക് ഒരു നല്ല ഫോറിൻ പോളിസി ഫോർമുലേറ്റ് ചെയ്താൽ മാത്രമേ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ റിലേഷൻ നമുക്ക് ഗ്ലോബലി നമുക്ക് മറ്റുള്ളവരുടെ അപ്രീസിയേഷനൊക്കെ ലഭിക്കണമെങ്കിൽ നല്ലൊരു ഫോറിൻ പോളിസി നമുക്കുണ്ടാകണം. നമ്മുടെ ഫോറിൻ പോളിസി ഷേപ്പ് ചെയ്യുന്നതിൻ്റെയും ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അദ്ദേഹമായിരുന്നു. നമ്മുടെ ഫോറിൻ പോളിസിക്ക് 2 കീ വേർഡുകളുണ്ട്. ഒന്നാമത്തേത് അലൈൻഡ് പോളിസി. ഒരു അലൈൻമെൻറ്റിലും, അതായത് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിലോ സോഷ്യലിസ്റ്റ് ബ്ലോക്കിലോ ഉൾപ്പെടാതെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോറിൻ പോളിസി നമുക്കുണ്ടായിരുന്നു. എല്ലാ രാജ്യങ്ങളോടും പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, എല്ലാവരോടും സൗഹാർദ്ദപരമായിട്ട് നിൽക്കുന്ന ഒരു ഫോറിൻ പോളിസിയാണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തത്. അതാണ് നോൺ അലൈൻഡ് പോളിസി. നോൺ അലൈൻഡ് പോളിസി, നാമെന്ന് അതിന് പറയും. രണ്ടാമത്, നമ്മൾക്കറിയാം നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്മുടെ ഏറ്റവും നെയ്ബറിങ് നേഷൻ എന്ന് പറയുന്ന ഒരു വലിയ നേഷനാണ് ചൈന. അപ്പോൾ ചൈനയുമായിട്ട് ഒരു മ്യൂച്വൽ കോ ഓപ്പറേഷന് വേണ്ടി നമ്മളുണ്ടാക്കിയ ഒരു പോളിസിയായിരുന്നു പഞ്ചശീല തത്വങ്ങളെന്ന് പറയും, പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. അപ്പം നമ്മുടെ ഫോറിൻ പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കീ വേർഡുകളാണ് നോൺ അലൈൻഡ് പോളിസിയും പഞ്ചശീൽ പ്രിൻസിപ്പിളും. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൂ ഈസ് ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി? വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി? ആരായിരുന്നു ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ തുടക്കക്കാരൻ? അതിൻ്റെ ആർക്കിടെക്റ്റ് ആരായിരുന്നു? അത് രൂപകൽപ്പന ചെയ്തത് ആരായിരുന്നു? എന്താണ് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ടതുള്ള ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്? ജവഹർലാൽ നെഹ്റു ഈസ് ദ ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. അത് ക്ലിയർ അല്ലേ? ജവഹർലാൽ നെഹ്റു ആണ് അതിൻ്റെ ആർക്കിടെക്റ്റ്. ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് അവർ ഫോറിൻ പോളിസി ആർ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, എല്ലാ ലോകരാജ്യങ്ങളുമായി സമാധാനപരമായ സഹവർത്തിത്വം, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. നമ്മുടെ ഫോറിൻ പോളിസി എഴുതുമ്പോൾ നിങ്ങൾ ഈ വേർഡ് മറന്നു പോകരുത്, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. ഓക്കെ. സ്റ്റാൻഡ് എഗെയിൻസ്റ്റ് കോളനൈസേഷൻ ആൻഡ് അപ്പാർത്തൈഡ്. കോളനൈസേഷനും അപ്പാർത്തൈഡിനും എതിരായിട്ടുള്ള ഒരു നിലപാട്. നമ്മുടെ നിലപാട് എപ്പോഴും എന്തിനെതിരാണ്? ആരും ആരെയും കോളനിയാക്കാൻ പാടില്ല. കാരണം എന്താ? 200 കൊല്ലത്തോളം ബ്രിട്ടൻ്റെ കോളനിയായിട്ട് എല്ലാ എക്സ്പ്ലോയിറ്റേഷനും എല്ലാ ഹാർഡ്ഷിപ്സും അനുഭവിച്ച ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് നമ്മൾ എല്ലാ കോളനൈസേഷനും എതിരാണ്. വി സ്റ്റാൻഡ് എഗെയിൻസ്റ്റ് കോളനൈസേഷൻ. ഇനി എന്താണ് ഈ അപ്പാർത്തൈഡ്? വർണ്ണവിവേചനം. അതായത് നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലെ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ഒന്നാണ് കറുത്തവരും വെളുത്തവരും എന്നുള്ള ആ ഒരു ഡിഫറൻസ്. അതാണ് അപ്പാർത്തൈഡ്, വർണ്ണവിവേചനം. കറുത്തവരെല്ലാം മോശക്കാരെ, വെളുത്തവരൊക്കെ ഹൈ, കറുത്തവരൊക്കെ ലോ. അങ്ങനെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തതാണ് അപ്പാർത്തൈഡ്. ആഫ്രിക്കയിലായി അപ്പാർത്തൈഡ് ഉള്ളത്. അതിനും നമ്മളെതിരാണ്. അപ്പാർത്തൈഡ് പാടില്ല, കോളനൈസേഷൻ പാടില്ല. ദാറ്റ് വാസ് ദ സ്റ്റാൻഡ് ഓഫ് ഇന്ത്യ. അപ്പം നമ്മുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ഫോറിൻ പോളിസിയാണിത്. കോളനൈസേഷനെതിരെ, അപ്പാർത്തൈഡിനെതിരെ. അപ്പാർത്തൈഡ് എന്ന് പറയുന്നത് എന്താണ്? വർണ്ണവിവേചനം, കളർ വെച്ച ആളുകളെ ഡിഫറൻസുകൾ കാണുക. ദെൻ പ്രൊട്ടക്ട് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സോവർണിറ്റി. ഏതൊക്കെ രാജ്യങ്ങളോട് സൗഹാർദ്ദത്തിൽ പോയാലും നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഫസ്റ്റ്, അവർ സെക്യൂരിറ്റി ഫസ്റ്റ്, അവർ സോവർണിറ്റി ഫസ്റ്റ്. നമ്മുടെ പരമാധികാരവും നമ്മുടെ സുരക്ഷിതത്വവും നോക്കിയിട്ടേ നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് കോ എക്സിസ്റ്റൻസിന് പോകത്തുള്ളൂ. ഒന്നാമത് നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ അതിർത്തികൾ കാക്കുക, നമ്മളെ സെക്യൂർ ആക്കുക. രണ്ടാമത്തത് ഒരു രാജ്യത്തിൻ്റെയും അധീശത്വം നമ്മൾ അംഗീകരിക്കത്തില്ല. അതാണ് സോവർണിറ്റി. ഇന്ത്യക്ക് പരമാധികാരമുണ്ട്. നമ്മുടെ ഇൻറ്റേർണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആര് തന്നെയാണ്? നമ്മൾ തീരുമാനിക്കും. ഇന്ത്യ തീരുമാനിക്കും, നമ്മുടെ ഗവൺമെൻറ് തീരുമാനിക്കും, നമ്മുടെ പാർലമെൻറ്റ് തീരുമാനിക്കും, ഇന്ത്യൻ പീപ്പിൾ തീരുമാനിക്കും. അതാണ് സോവർണിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഫോറിൻ പോളിസിയിൽ ഫസ്റ്റ് പൊസിഷൻ എന്തിനാണ്? ഇന്ത്യ സെക്യൂരിറ്റി ആൻഡ് അവർ സോവർണിറ്റി. അത് കഴിഞ്ഞിട്ടേ മറ്റെല്ലാം ഉള്ളൂ. പിന്നെ നമ്മൾ എന്നും കൊളോണലൈസേഷനും അപ്പാർത്തൈഡിനും
എഗ്നിസ്റ്റ് ആയിരിക്കും. ദെൻ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനമാണെങ്കിൽ എല്ലാവരോടും ഇന്ത്യ സമാധാനമായിരിക്കും. ഈ ഒരു ഫോറിൻ പോളിസി ഫോർമുലേറ്റ് ചെയ്ത ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി ആരാണ്? ജവഹർലാൽ നെഹ്റു, അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. ദെൻ നമുക്കതപ്പോൾ തോന്നും എന്താണ് ഈ പഞ്ചശീൽ പ്രിൻസിപ്പിൾ? അതായത് ഇന്ത്യയും ചൈനയും കൂടി സൈൻ ചെയ്ത ഒരു എഗ്രിമെൻ്റ് ആണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾ. ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് സൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യയും ചൈനയും കൂടി 1954 നമുക്ക് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടി ഒരു 7 years ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവരുമായിട്ടൊരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തു. ആ എഗ്രിമെൻറ്റിൻ്റെ പേരാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾ. ആദ്യം ഈ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തത് ആരൊക്കെയാണെന്ന് നോക്കാം. ദ പഞ്ചശീൽ പ്രിൻസിപ്പിൾ സൈൻ ബൈ ജവഹർലാൽ നെഹ്റു, our ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ആൻഡ് ചൗ എൻലായ്, ദ ദെൻ പ്രീമിയർ ഓഫ് ചൈന ഇൻ 1954. 1954 അന്നത്തെ ചൈനയുടെ പ്രീമിയർ ആയിരുന്ന എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് വേണേൽ പറയാം. അവിടുത്തെ പ്രൈം മിനിസ്റ്ററിനെ അവർ വിളിക്കുന്ന പേരാണ് പ്രീമിയർ. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ടോപ്പിന് അവർ പറയുന്ന ഒരു പർട്ടിക്കുലർ പേരാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പേരാണ് ഈ പ്രീമിയർ. അപ്പോൾ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ചൗ എൻലായും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും കൂടി സൈൻ ചെയ്ത് ഇന്ത്യയും ചൈനയും കൂടി എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. അതാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾ. ഇനി ഈ പഞ്ചശീൽ പ്രിൻസിപ്പിളിൽ പഞ്ചെന്ന് പറയുന്ന വാക്ക് തന്നെ എന്താണ്? 5, 5 പ്രിൻസിപ്പിൾസ് ആണ് അതിനകത്തുള്ളത്. വിച്ച് ആർ ദേ? ഇറ്റ് ഇൻക്ലൂഡ് മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവർണിറ്റി. ഓരോ രാജ്യത്തിൻ്റെയും, ഇന്ത്യയുടെയും ചൈനയുടെയും ടെറിറ്ററിയെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ ഓരോരുത്തരുടെയും സോവർണിറ്റി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യണം. ചൈനയുടെ സോവർണിറ്റി നമ്മളും, നമ്മുടെ സോവർണിറ്റി അവരും. അപ്പോൾ നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും സോവർണിറ്റിയും ടെറിറ്റോറിയലായിട്ടുള്ള ഇൻറ്റഗ്രിറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് പഞ്ചശീൽ. ഓക്കെ. സെക്കൻഡ് വൺ, മ്യൂച്വൽ നോൺ അഗ്രഷൻ. എന്താണത്? മ്യൂച്വൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചൈനക്കാർ നമ്മളോടും ഇന്ത്യ ചൈനയോടും അങ്ങോട്ടും ഇങ്ങോട്ടും. മ്യൂച്വലി നമ്മൾ കൈയേറാൻ പാടില്ല. നോൺ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രഷൻ നടത്താൻ പാടില്ല. നോൺ എന്നുള്ള വേർഡ് എന്താണ്? നോ അഗ്രഷൻ, നോ അഗ്രഷൻ, നോൺ അഗ്രഷൻ. ചൈന ഇന്ത്യയെ അഗ്രഷൻ നടത്താൻ പാടില്ല, ഇന്ത്യ ചൈനയും അഗ്രഷൻ നടത്താൻ പാടില്ല. ഓക്കെ. ഇതൊക്കെ നമ്മൾ പാലിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ചൈന മിക്കവാറും നമ്മളെ അഗ്രഷൻ നടത്തി. പോട്ടെ, ഏതായാലും നമ്മൾ അങ്ങനൊരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തായിരുന്നു. നോൺ അഗ്രഷൻ, മ്യൂച്വൽ നോൺ ഇൻ്റർഫിയറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇൻറ്റേർണൽ അഫെയർ. നമ്മൾ ചൈനയുടെ ഇൻറ്റേർണൽ അഫെയർസിൽ ഇന്ത്യയോ ഇന്ത്യയുടെ ഇൻറ്റേർണൽ അഫെയർസിൽ ചൈനയോ ഇടപെടാൻ പാടില്ല. അത് മോശമല്ലേ? അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇന്ത്യ എന്തിനാണ് ഇടപെടുന്നത്? ഇന്ത്യയുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യത്തിൽ, ഇന്ത്യയുടെ ഇൻറ്റേർണലായിട്ടുള്ള കാര്യത്തിൽ ചൈന എന്തിനാണ് ഇടപെടുന്നത്? ഇന്ത്യയിൽ ആര് ഭരിക്കണമെന്ന് ഇന്ത്യക്കാർ തീരുമാനിക്കുന്നു. ഇന്ത്യയുടെ ഓരോ കാര്യങ്ങളും, ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കും. അതിനടുത്ത് ചൈനയ്ക്ക് ഒരു റോളും ഇല്ല. അതുപോലെ ചൈനയുടെ ഇൻറ്റേർണൽ കാര്യങ്ങൾ ഇന്ത്യക്ക് ഒരു റോളും ഇല്ല. അപ്പോൾ നമ്മൾ മ്യൂച്വലി എന്ത് ചെയ്യണം? നോൺ ഇൻ്റർഫിയറൻസ് നടത്തണം. ഒബ്സർവ് ഇക്വാളിറ്റി ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ്. ഇക്വാളിറ്റി, അതായത് ചൈന ഒരു വലിയ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ രണ്ടാം കിടയായിട്ട് കാണുകയോ ഇന്ത്യ അവരെ രണ്ടാം കിടവായിട്ട് കാണുകയോ ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ ഈക്വലായിട്ട് കാണണം. തുല്യത, ഈക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ്. ഏതെങ്കിലും കാര്യത്തിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യണം. ഇന്ത്യയെ ചൈനയെ അസിസ്റ്റ് ചെയ്യണം, ചൈനയെ ഇന്ത്യയെ അസിസ്റ്റ് ചെയ്യണം. അതാണ് പഞ്ചശീൽ പ്രിൻസിപ്പിളിലെ 4th പ്രിൻസിപ്പിൾ. ഒബ്സർവ് ഇക്വാളിറ്റി, അവരെയും നമ്മളെയും ഈക്വലായിട്ട് കാണുക, മ്യൂച്വലി അസിസ്റ്റ് ചെയ്യുക. ദെൻ മെയിൻറ്റെയിൻ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ പറ്റി പറയുമ്പോൾ നമ്മുടെ കീ വേർഡാണ് കോ എക്സിസ്റ്റൻസ്. പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോവുക. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് കോ എക്സിസ്റ്റൻസ്. പീസ്ഫുൾ, സമാധാനപരമായ സഹവർത്തിത്വം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. ഹെൽപ്പ് ചെയ്യുക, ഹെൽപ്ഫുൾ മെൻറ്റാലിറ്റി ഈച്ച് അതർ. അപ്പോൾ നോൺ അഗ്രഷൻ, നോട്ട് ഇൻ്റർഫിയർ ഇൻ ദ ഇൻറ്റേർണൽ അഫെയർസ്, ഈക്വാലിറ്റി, മെയിൻറ്റെയിൻ ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ്, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, respect territorial integrity and sovereignty. These are the Panchasheel principles signed between India and China, Jawaharlal Nehru and Chou En-lai.
ചൈനയിലെ പ്രീമിയറിൻ്റെ പേരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് എഴുതാൻ പഠിച്ചോണം. ചൗവെൻലായ്. അപ്പോൾ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് പഠിക്കാനുള്ള നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് നാം. ഇന്നും ലോകത്ത് UNO പോലെ തന്നെ, UNOയുടെ അത്രയും വരത്തില്ല, കാരണം UNO എല്ലാ രാജ്യങ്ങളുടെയും മെമ്പർഷിപ്പുള്ള ഒരു ലോക സംഘടനയാണ് UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. എന്നാൽ അതുപോലെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് അഥവാ നാം. NAM. നാമിൻ്റെ തുടക്കക്കാരായ ലീഡേഴ്സിനെയാണ് നിങ്ങൾ കാണുന്നത്. നാമിൻ്റെ ഒരു തുടക്കത്തിൽ, അതിൻ്റെ ബിഗിനിങ്ങിൽ അതിന് നേതൃത്വം കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സിൻ്റെ പേര് ഞാനെന്ന് പറയാം. ഒന്നാമത്തെ ആൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു, അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. അപ്പം നെഹ്റു, ദെൻ ഈജിപ്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള നാസറിനെയാണ് നിങ്ങൾ മൂന്നാമത് കാണുന്ന മിഡിലിൽ നിൽക്കുന്ന ആളെ. നാസർ, ഈജിപ്റ്റ്, ദ പ്രസിഡൻറ്റ് ഓഫ് ഈജിപ്റ്റ്, നാസർ. ദെൻ ടിറ്റോ ആൻഡ് സുക്കാർണോ. ടിറ്റോയും സുക്കാർണോയെയും നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ നെഹ്റു, നാസർ, ടിറ്റോ, സുക്കാർണോ, ദീസ് വെർ ദ ബിഗിനിങ് ലീഡേഴ്സ് ഓഫ് നാം. ഇത്രയും രാജ്യങ്ങൾ ചേർന്നാണ് നാം എന്ന് പറയുന്ന ഈ സംഘടന ഉണ്ടാക്കിയത്, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ, the United States and USSR emerged as two global powers. സെക്കൻഡ് വേൾഡ് വാർ 1945 എൻഡായി. അത് കഴിഞ്ഞ് ലോകം 2 പവർ ബ്ലോക്കുകളായിട്ട് ഡിവൈഡായി. ഈ ഡിവിഷനിൻ്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക്, അതിൻ്റെ ലീഡറായിരുന്നു USA. ദെൻ സോഷ്യലിസ്റ്റ് ബ്ലോക്ക്, അതാണ് USSR, സോവിയറ്റ് യൂണിയൻ. They become two global powers. The Cold War that began between them pretended world peace. ഈ 2 ബ്ലോക്കുകളും തമ്മിൽ കോൾഡ് വാർ ആരംഭിച്ചു. എന്താണ് കോൾഡ് വാർ? മലയാളത്തിൽ എന്തു പറയാം? ശീതയുദ്ധം. എന്താണത്? ആയുധങ്ങളെടുത്തുള്ള പോരാട്ടമല്ലാതെ നയതന്ത്രപരമായും വാക്കുകൾ കൊണ്ടും ആയുധങ്ങൾ വാങ്ങി കൂട്ടിക്കൊണ്ടും ലോകം വലിയ ഒരു യുദ്ധം ഉണ്ടാകുമെന്നുള്ള ഒരു ഭീഷണിയുടെ അന്തരീക്ഷത്തിൽ കടന്നുപോയി. ഇതിനെയാണ് കോൾഡ് വാർ എന്ന് പറയുക. അത് വാക്കുകൾ കൊണ്ടുള്ള ഒരു യുദ്ധമാണ്, അല്ലാതെ ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധമല്ല. അപ്പോൾ അമേരിക്കയും USSRഉം 2 പവർ ബ്ലോക്കുകളായി നിൽക്കുകയും ലോകത്തുള്ള ചെറിയ രാജ്യങ്ങൾ അവരുടെ അണ്ടറിലേക്ക് വരികയും ലോകം 2 പവർ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ആവുകയും ഈ 2 പവർ ബ്ലോക്കുകളും തമ്മിൽ വാക്കുകൾ കൊണ്ടും ഐഡിയ കൊണ്ടും ഒരു വലിയ ഒരു ത്രട്ടനിങ് ഒരു ലോങ് പീരീഡ് കടന്നു പോവുകയും ചെയ്തു. അതിനെയാണ് നമ്മൾ കോൾഡ് വാർ പീരീഡ് എന്ന് പറയുന്നത്. അത് ആയുധങ്ങൾ കൊണ്ടുള്ള ഒരു പോരാട്ടമല്ലായിരുന്നു, നയതന്ത്രം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഐഡിയ കൊണ്ടും ഫിലോസഫി കൊണ്ടുമുള്ള ഒരു യുദ്ധമായിരുന്നു. അങ്ങനെ ഒരു കോൾഡ് വാറിൽ രാജ്യം നിൽക്കുന്നു. ആ സമയത്താണ് ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും ഒക്കെ ഇൻഡിപെൻഡൻസ് നേടി പുറത്തോട്ട് വന്നത്. അപ്പോൾ ആ രാജ്യങ്ങൾ എന്ത് തീരുമാനിച്ചു? നമുക്കൊരു പവർ ബ്ലോക്കിലും ചേരണ്ട, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാം. ദ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് വാസ് ഫോംഡ് അണ്ടർ ഇന്ത്യാസ് ലീഡർഷിപ്പ്. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എ ഫോറിൻ പോളിസി ദറ്റ് എയിംഡ് ഫോർ ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡ് വിത്തൗട്ട് ജോയിനിങ് ഐദർ പവർ ബ്ലോക്ക്. ഒരു പവർ ബ്ലോക്കിലും ജോയിൻ ചെയ്യാതെ ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി ഫോളോ ചെയ്യാൻ വേണ്ടി ചില രാജ്യങ്ങൾ ചേർന്ന് ഇന്ത്യയുടെ നേതൃത്വത്തിലെടുത്ത ഒരു അലൈൻമെൻറ്റാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ഓർ നാം, ഒരു മൂവ്മെൻറ്റാണ്. ഈ നാമിന് ഇന്നും പ്രസക്തിയുണ്ട് കേട്ടോ. ഇന്നും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്ന ഒരു മൂവ്മെൻറ്റാണ് നാം. തുടക്കത്തിലെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? നെഹ്റു, നാസർ, ടിറ്റോ ആൻഡ് സുക്കാർണോ. ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റായിരുന്നു സുക്കാർണോ. ഓക്കെ, അപ്പം നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിനെ പറ്റി ഒന്ന് പഠിച്ചോണം. USA-യും USSR-ഉം 2 പവർ ബ്ലോക്കുകളായിരുന്നെന്നും കോൾഡ് വാർ ആയിരുന്നു ആ സമയത്ത് നടന്നതെന്നും ന്യൂലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നേഷൻസ് ഈ 2 പവർ ബ്ലോക്കിലും ചേരാൻ ഇഷ്ടപ്പെട്ടില്ലെന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഫോളോ ചെയ്ത അവരെ ഉണ്ടാക്കിയ ഒരു മൂവ്മെൻറ്റാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി എന്നാണ് അതിൻ്റെ അർത്ഥമെന്നും നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതിൻ്റെ ലീഡേഴ്സിൻ്റെ പേരൂടെ എഴുതിയാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. നെഹ്റു, നാസർ, ടിറ്റോ ആൻഡ് സുക്കാർണോ.
ഈ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് നാമിൻ്റെ 7th സബ്മിറ്റ് നടന്നത് ഇന്ത്യയിലാണ്. അതെന്നാ നടന്നത്? 1983 ഇന്ദിരാഗാന്ധി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്തായിരുന്നു നാമിൻ്റെ ഒരു വലിയ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഉച്ചകോടി. നാമിലെ 4 നേതാക്കന്മാരാണ് ഈ നാം തുടങ്ങിയെങ്കിലും പിന്നീട് ധാരാളം രാജ്യങ്ങൾ നാമിൽ അംഗത്വം എടുക്കുകയും ഇങ്ങനെയുള്ള ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി ഫോളോ ചെയ്യുകയും ചെയ്തു. നാമിനിപ്പോൾ നല്ല ശക്തിയുണ്ട് കേട്ടോ. അങ്ങനെയുള്ള രാജ്യക്കാരെല്ലാം കൂടി ഉച്ചകോടികൾ കൂടാറുണ്ട് എല്ലാ വർഷവും. അത് ആ മെമ്പർ നേഷൻസിൽ എവിടെയെങ്കിലും ആയിരിക്കും. 83 ഈ ഉച്ചകോടി സബ്മിറ്റ് നടത്തിയത് ഇന്ത്യയിലാണ്. അതിന് പങ്കെടുത്ത ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്, ഇദ്ദേഹമാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഡൽ കാസ്ട്രോ, ക്യൂബൻ റിപ്പബ്ലിക്കിൻ്റെ അന്നത്തെ പ്രസിഡൻ്റായിരുന്നു ഫിഡൽ കാസ്ട്രോ. നമുക്കറിയാം, ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന അന്നത്തെ ഒരു വ്യക്തിയായിരുന്നു ഫിഡൽ കാസ്ട്രോ. ക്യൂബയുടെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അന്ന് ഇന്ത്യയിൽ വരികയും അവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ അന്നത്തെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. ഫിഡൽ കാസ്ട്രോയെ നിങ്ങൾക്കിവിടെ കാണാം. 83 നടന്ന നാമിൻ്റെ സബ്മിറ്റാണ് ഈ പിക്ചറിൻ്റെ വേദി. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് കേരളത്തിൻ്റെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരികയാണ്. ഇനി ഒരൊറ്റ വീഡിയോയും കൂടിയേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് ആവശ്യമുള്ളൂ. ആ വീഡിയോ നാളെ തന്നെ ഉണ്ടാകും, തൊട്ടടുത്ത ദിവസം ഉണ്ടാകും. തീർച്ചയായിട്ടും അവിടെ നമ്മൾ പഠിക്കുന്നത് കേരളത്തിൽ എഡ്യൂക്കേഷൻ രംഗത്തും കേരളത്തിൻ്റെ മെഡിക്കൽ രംഗത്തും ഉണ്ടായ ഒരു അഡ്വാൻസ്മെൻറ്റ്, ഒരു ഡെവലപ്മെൻറ്റിനെ പറ്റിയുള്ള ഒരു പോർഷൻ കൂടി ഉണ്ടാകും. ആ ഒരു ക്ലാസ് നെക്സ്റ്റ് ഡേ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നമുക്ക് റിവിഷനാണ്. ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. മോഡൽ ക്വസ്റ്റ്യൻസ് ധാരാളം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 by 1 ആയിട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്യും. നമ്മുടെ ചാനലിൽ നമുക്കതിൻ്റെ വീഡിയോകളുണ്ടാകും. എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക. 23-ാം തീയതിയാണ് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ എക്സാം. അതിനു മുമ്പായിട്ട് ധാരാളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണുന്നതാണ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.